ഹായ് ഹലോ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്ഥലത്തിന്റെ നികുതി എങ്ങനെ അടയ്ക്കാം എന്നുള്ളതാണ് കേട്ടോ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. ആദ്യം നമ്മൾ റവന്യൂവിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ റവന്യൂ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കേരള എന്ന് പറഞ്ഞിട്ട് താഴെ വരും കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ക്വിക്ക് പേ, സിറ്റിസൺ രജിസ്ട്രേഷൻ, സിറ്റിസൺ ലോഗിൻ, ഒഫീഷ്യൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷൻസ് കാണാം കേട്ടോ. നമ്മളിവിടെ സിറ്റിസൺ ലോഗിനാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അക്കൗണ്ട് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്യാം. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സൈനപ്പിൽ പോയി പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം കൊടുത്ത് നെക്സ്റ്റ് പേജ് കൊടുക്കുന്ന സമയത്ത് അതിൽ നെയിമും പാസ്വേഡും ചോദിക്കും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഒരു OTP ഫോണിലേക്ക് വരും. അതും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അക്കൗണ്ട് ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ കൊടുത്തിട്ടുള്ള ഐ ഡി പാസ്വേഡ് കൊടുത്ത് താഴെ കടന്ന ക്യാപ്ച കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുത്ത് സൈൻ ഇൻ കൊടുത്താൽ റവന്യൂവിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഈ കാണുന്ന സ്ക്രീനിൽ ഫോൺ നമ്പർ ഏതാണോ കൊടുത്തത് അതിലേക്ക് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൈൻ ഇൻ കൊടുക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രീനിലാണ് എത്തുക. ഇതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സർവീസുകളും കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ ലാൻഡ് ടാക്സ് ആണ് അടയ്ക്കേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ്സിൽ പോയി ലാൻഡ് ടാക്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീന് കാണാം കേട്ടോ. അതിൽ ഏത് ജില്ലയിലാണ്, ഏത് താലൂക്കിലാണ്, ഏത് വില്ലേജിലാണ് നമുക്ക് നികുതി അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ബ്ലോക്ക് നമ്പർ, തണ്ടപ്പേർ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സർവേ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. മുൻപ് അടച്ചിട്ടുള്ള ടാക്സ് റെസീപ്റ്റിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് വ്യൂ ആൻഡ് ആഡ് കൊടുത്താൽ ആരുടെ പേരിലാണോ ടാക്സ് അടയ്ക്കേണ്ടത് അവരുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നതാണ്. അതിനുശേഷം ആഡ് ഫോർ പേയ്മെൻറ്റ്സ് കൊടുക്കുക. ആപ്ലിക്കൻ്റ് രജിസ്റ്റേർഡ് യൂസർ തന്നെയാണോ എന്നുള്ളത് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് പേര് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, പേ ടാക്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് വരുന്ന സ്ക്രീനിൽ ടാക്സ് പേ ചെയ്യുന്ന ആളുടെ പേര്, അഡ്രസ്സ്, സർവേ നമ്പർ, എമൗണ്ട് എത്രയാണെങ്കിൽ അത് എല്ലാം കാണിക്കും കേട്ടോ. അതിനുശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുത്താൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ഗേറ്റ് വേ 1 ആണ് കൊടുത്തത്. അതിനുശേഷം ഡെബിറ്റ് കാർഡ് ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നെറ്റ് ബാങ്കിങ്ങും UPI വഴിയൊക്കെ കൊടുക്കാം കേട്ടോ. അതിനുശേഷം കാർഡിൻ്റെ നമ്പർ, അതിൻ്റെ കാർഡ് ഹോൾഡറിൻ്റെ നെയിം, എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൺഫർമേഷൻ ചോദിക്കും. അതിൽ കൺഫർമേഷൻ കൊടുക്കുക. പിന്നെ വരുന്ന പേജിൽ ഓതൻറ്റിക്കേഷൻ ആണ്. അതിൽ മൊബൈൽ നമ്പർ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏത് ഫോൺ നമ്പറാണോ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിലേക്ക് OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിങ് യുവർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ട്രാൻസാക്ഷൻ സക്സസ് ആയാൽ നമ്മുടെ ടാക്സ് റെസിപ്റ്റ് ഈ സ്ക്രീനിൽ വ്യൂ ചെയ്യാം കേട്ടോ. നമുക്കത് PDF ആക്കി സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം.